അമ്മയുടെ കൂടെ പശുക്കൾക്ക് ഇല വെട്ടാൻ ഇറങ്ങിയതാണ് കേട്ടോ. എന്നാൽ പിന്നെ കാട്ടിനുള്ളിലെ സപ്പോട്ട മരം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചിലർക്ക് ചിക്കു എന്ന് പറഞ്ഞാലാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. ഞങ്ങളിവിടെ സപ്പോട്ട എന്നാണ് പറയുക, സപ്പോട്ടക്കായ. ഈ ഒരു മരം എങ്ങനെ ഈ കാട്ടിലുണ്ടായി എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു പക്ഷേ പക്ഷികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായതാവാൻ സാധ്യതയുണ്ട്. ഇത് നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കണ്ണിലൊന്ന് പെട്ടു. ഞാൻ വേഗം പോയി എടുത്തപ്പം അതിലെന്തോ കടിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് വീണതാണ്. ഇത് വീണിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത് അത്ര അങ്ങ് പാകമായിട്ടില്ല കേട്ടോ. 2 ദിവസം ഇരുന്നാൽ ചിലപ്പോൾ പാകമാവുന്നുണ്ടാവും. അത് കടിച്ചതുകൊണ്ട് തന്നെ ഞാനത് അവിടെ ഉപേക്ഷിച്ചു കേട്ടോ. കുറച്ചപ്പുറമായിട്ട് ഒരെണ്ണം കിടക്കണ കണ്ടു. അത് കുഴപ്പമില്ല, പക്ഷേ വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതും നേരത്തെ കിട്ടിയതുപോലെ തന്നെയാണ്, വലിയ പഴുപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ചപ്പുറം ഒന്നും കൂടിയും കിടക്കുന്നുണ്ട്. അടുത്തതൊന്നും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഫ്രഷാണ്, കാരണം അതിൻ്റെ കറ എങ്ങും വെട്ടിയിട്ടും കൂടിയില്ല. ഇതേ ഈ നിൽക്കുന്ന ഈ ഒരു കൊമ്പുണ്ടല്ലോ, ഈ കൊമ്പ് നിറച്ചും ഈ സപ്പോട്ടക്കായാണ്. ഇത് കഴിയും വരെ കാട്ടിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇതൊരു ആഘോഷം തന്നെയായിരിക്കും.